മാത്രമല്ല മണ്ഡലം സെക്രട്ടറിയെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഉയർത്തി സർ. ഇതാണോ നിലപാട്? ഇതാണോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാട് സർ? കഴിഞ്ഞ തൃക്കാക്കര ഇലക്ഷന് LDFിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ജോസഫിന്റെ ചിത്രം മോർഫ് ചെയ്തു. അന്നൊരു കമന്റ് ഉണ്ട് സർ, പ്രശസ്ത. ഇങ്ങനെയുള്ള വീഡിയോ കണ്ടാൽ ആരാണ് ഷെയർ ചെയ്യാതിരിക്കുക? ആ നിലപാടല്ല സർ നമ്മൾ സ്വീകരിച്ചത്. നമ്മൾ സ്വീകരിച്ച നിലപാടുകൾ വളരെ വ്യക്തമാണ് സർ. ഒരു മുൻ നേതാവ് ഇടതുപക്ഷ സംഘടനയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി സംഘടനയുള്ള ഒരു മുൻ നേതാവെന്ന് ആ നേതാവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റിലായി. മറ്റ് അന്വേഷണങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ് സർ. സാർ, ഈ സഭയിൽ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് ഉണ്ടല്ലോ, ശൈലജ ടീച്ചർ, ബഹുമാനിയായ പ്രമേയ അവതാരകയുടെ നേതാവ്, RMPയുടെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് പറഞ്ഞില്ലേ, മാപ്പ് പറഞ്ഞത് കൊണ്ട് മാറിയോ സർ? ഞാനിത് പറയുന്നത് സഭയുടെ പൊതുവായിട്ട് സർ I have to say, sir, I have to speak, sir. I have something to speak. I have something to speak. You ask your members to keep quiet. Sir, I have something to speak. You ask your members to keep quiet. You ask your members to keep quiet. Sir, ഞാൻ പറയട്ടെ സർ. അവിടെ ഇരിക്ക്. Yes. Sir, അവിടെ ഇരിക്ക്. മാപ്പ് പറഞ്ഞതുകൊണ്ടും തള്ളി പറഞ്ഞതുകൊണ്ടുമല്ല ഞാൻ പറഞ്ഞ കാര്യം. മാപ്പ് പറയാൻ തള്ളി പറയാൻ വേണം. മനോഭാവങ്ങളിൽ മാറ്റം വേണം. സ്ത്രീയെ എങ്ങനെയാണ് സർ കാണുന്നത്? സ്ത്രീ എന്നാൽ ശരീരമാണോ? ശൈലജ ടീച്ചർ, ബഹുമാനിയായ ശൈലജ ടീച്ചറിനെ ഈ നാട്ടിലെ പ്രശസ്തയായിട്ടുള്ള പ്രതിഭാധനയായിട്ടുള്ള ഒരു ചലച്ചിത്ര താരത്തിനെതിരെയും പറഞ്ഞില്ലേ സർ? എന്താണ് ബോധ്യം? എന്താണ് രാഷ്ട്രീയ ബോധ്യം സർ? എന്താണ് സ്ത്രീകളെ സംബന്ധിച്ച, കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള നിലപാട് എന്താണ് സർ? ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട് സർ. ഇതിൽ ഷോബിൻ തോമസ് ചാവണാവലിൽ, ആരാണ് ഷോബിൻ തോമസ്? ചാവണാലിൽ, അങ്ങനെയാണെന്ന് തോന്നുന്നു സർ. യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അന്ന് എഴുതിയതാണ് സർ. എനിക്ക് വായിക്കാൻ വിഷമമുണ്ട്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സഭയിൽ അത് വായിക്കാൻ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഞാൻ വായിക്കുകയാണ് സർ. തയ്യൽ ടീച്ചറുടെ കഷ്ണമാർക്കെങ്കിലും കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനം തരുന്നു. എന്ത് നടപടിയെടുത്തു സർ? യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ഫേസ്ബുക്കിൽ എഴുതി, ഷോയിൻ വടകര മണ്ഡലത്തിലെ സോഷ്യൽ മീഡിയ പ്രചരണത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് ഒപ്പം ചുക്കാൻ പിടിക്കുന്ന ആളാണ് സർ. എന്തെങ്കിലും നടപടിയെടുത്തോ സർ? ഇതിൽ രണ്ട് വിഷയമുണ്ട് സർ. ഇതിൽ രണ്ട് വിഷയമുണ്ട്. സ്ത്രീ വിരുദ്ധത, അത്യന്തം നീചമായ സ്ത്രീ വിരുദ്ധത. ടീച്ചർ ഒരു സയൻസ് അധ്യാപികയായിരുന്ന ടീച്ചറിന് തയ്യൽ ടീച്ചർ എന്ന് പറഞ്ഞു. എന്താ തയ്യൽ ടീച്ചർ മോശമായിട്ടുള്ള തൊഴിലാണോ സർ? തൊഴിലാളി മേഖലയെ അല്ലെങ്കിൽ ടീച്ചർ അധ്യാപക സമൂഹത്തെ അധിക്ഷേപിക്കുന്ന നിലപാടല്ലേ സാർ എടുത്തത്? എന്താണ് അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്? എന്താണ് സർ? എന്തുകൊണ്ട് അത് തിരുത്തപ്പെടുന്നില്ല സർ? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പൊതു നിലപാട് ഉണ്ടാകണം. ആ നിലപാടിൽ ഇങ്ങനെയുള്ള സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകാൻ പാടില്ല. അതിലൊരു നിലപാടേ പാടുള്ളൂ. അത് ആരതിക്രമം ചെയ്താലും അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്നുള്ളതാണ് സാർ അതിലുള്ള നിലപാട്. അത് മുഖം നോക്കാതെ നടപടിയെടുക്കും സാർ. അതിലേതറ്റം വരെ സർക്കാർ പോകും സാർ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ബാക്കിയായി ഉണ്ട്. ഞാൻ പക്ഷേ അതെല്ലാം വായിക്കുന്നില്ല സാർ. ഇതിൽ സാർ രാധയെ മറന്ന സാർ നമ്മൾ രാധയെ നിലമ്പൂർ സാർ, അതിന് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് കൃഷിഭവൻ ജീവനക്കാരിയായി മറന്ന സാർ. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി പോലീസ് സ്റ്റേഷനിലേക്ക് വിഷ്ണു, ആ വിഷ്ണുവിന്റെ വീട്ടുവളപ്പിൽ കുളിച്ചിട്ടിരുന്നു സാർ. ആ സുജിതയെ മറന്നോ നമ്മൾ ഇത് പറയേണ്ട. ഈ സഭ ഇങ്ങനെയല്ല ഇത് ചർച്ച ചെയ്യേണ്ടത് സാർ. അപ്പുറത്തും ഇപ്പുറത്തും ചേരിതിരിഞ്ഞല്ല സാർ ചർച്ച ചെയ്യേണ്ടത്. അതിലൊരു നിലപാടേ പാടുള്ളൂ. അത് ഞാനുണ്ടാകാം, പ്രമേയം അവതരിപ്പിച്ച നമ്മുടെ ബഹുമാനിയായ അംഗം ഉണ്ടാകാം, ഈ നാട്ടിലെ ഓരോ സ്ത്രീയും ഉണ്ടാകാം, ഓരോ പെൺകുഞ്ഞും ഉണ്ടാകാം, നമ്മുടെ ഓരോ വനിതകളും ഉണ്ടാകാം. അതിനെതിരെ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കും സാർ. അതിൽ ഒരു തർക്കവുമില്ല സാർ. അതിൽ സർക്കാർ മുഖം നോക്കാതെ നടപടിയെടുക്കും. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് സാർ, ഇത് നമ്മൾ ബഹുമാനായിട്ടുള്ള ചെയറും കൂടി കഴിഞ്ഞ നിയമസഭയുടെ കാലഘട്ടത്തിൽ നമ്മളൊരു കേസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട CM-ന്റെ അടുത്ത് പോയി. അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ക്രൈം ഓഫ് ഒക്കറൻസ് എവിടെയാണോ അവിടെ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കണം. നമ്മൾ ഉണ്ടായിരുന്നു, നമ്മുടെ സഭയിലെ മറ്റ് അംഗങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് അതിനനുസരിച്ച് ആ രീതിയിൽ ആ നടപടിക്രമങ്ങളിൽ മാറ്റമുണ്ടായി സാർ. എവിടെ വേണമെങ്കിലും വനിതകൾക്ക് പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമുണ്ട്. പോലീസിന്റെ നടപടികളിൽ ആ രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് സാർ. വനിതാ ബീറ്റ്
വനിതാ പോലീസ് സ്റ്റേഷനുകൾ, ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പഞ്ചായത്തുകളിൽ ആഴ്ചയിൽ 2 ദിവസം എത്തുകയാണ് സാർ പോലീസ് ഓഫീസർമാർ. നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. മാനസികമായിട്ടുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതൊരു വനിതയ്ക്കും ഒരു പെൺകുട്ടിക്കും മാത്രമേ സാർ ചിലപ്പോൾ അത് തിരിച്ചറിയാനായിട്ട് കഴിയുകയുള്ളൂ. ആ തടസ്സങ്ങളെ, മാനസികമായിട്ടുള്ള തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സേനയെ കൂടി എക്യുപ്ഡ് ആക്കുന്ന ഒരു മാറ്റം, വലിയ മാറ്റമാണ് സാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആരാണെങ്കിലും അതിൽ മുഖം നോക്കാതെ നടപടിയെടുത്ത് മുന്നോട്ട് പോകണം. അതിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണ് സാർ വേണ്ടത്. ഈ പറഞ്ഞ 4 കാര്യങ്ങളിലും കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ട ഓരോ വനിതയുടെയും ഓരോ പെൺകുഞ്ഞിൻ്റെയും വേദന നമ്മുടെ വേദന കൂടിയാണ് സാർ. അതുകൊണ്ടാണ് സാർ അതിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നതിന് സഭ നിർത്തിവെക്കേണ്ടതില്ല എന്ന് അറിയിച്ചുകൊള്ളുന്നു സാർ. ബഹുമാനപ്പെട്ട ആരോഗ്യം, വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്നുള്ള ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീമതി കെ രമ ഈ സഭയിൽ അവതരിപ്പിച്ചത് സ്ത്രീകൾക്കും കുട്ടികൾക്കും